ശാന്തി 28/6/21 പ്രഭാതമുരളി. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ആത്മാവിനോട് സംസാരിക്കൂ. എങ്കിൽ പുഷ്പത്തിൽ സുഗന്ധം വന്നുകൊണ്ടിരിക്കും. ദേഹാഭിമാനത്തിൻ്റെ ദുർഗന്ധം മാറിക്കൊണ്ടിരിക്കും. ചോദ്യം: തൻ്റെ സുഗന്ധം 4 ഭാഗത്തും പരത്തുന്ന സത്യമായ പുഷ്പം അഥവാ ശലഭം ആരാണ്? ഉത്തരം: ആരാണോ അനേകം പേരെ തനിക്ക് സമാനം സുഗന്ധമുള്ള പുഷ്പമാക്കുന്നത് അവരാണ് സത്യമായ പുഷ്പം. ശ്രീമത്തനുസരിച്ച് നടന്ന് ദീപനാളത്തിൽ ജ്വലിച്ച് മരിക്കുന്നവരുടെ, അതായത് പൂർണ്ണമായും ബലിയർപ്പണം ആകുന്നവരുടെ, ജീവിച്ചിരിക്കെ മരിക്കുന്ന സത്യമായ ശലഭങ്ങളുടെ അഥവാ ഇങ്ങനെയുള്ള പുഷ്പങ്ങളുടെ സുഗന്ധം സ്വതവേ തന്നെ 4 ഭാഗത്തും വ്യാപിക്കുന്നു. ഗീതം. സദസ്സിൽ ദീപനാളം ജ്വലിച്ചുയർന്നു. ഓം ശാന്തി. ശലഭങ്ങൾ ഗീതം കേട്ടു. ശലഭം എന്ന് പറയാം അഥവാ പുഷ്പം എന്ന് പറയാം, കാര്യം ഒന്ന് തന്നെയാണ്. കുട്ടികൾ മനസ്സിലാക്കുന്നു, നമ്മൾ യഥാർത്ഥത്തിൽ ശലഭങ്ങൾ ആയിരിക്കുകയാണോ അതോ കേവലം പ്രദക്ഷിണം വെച്ചിട്ട് പൊയ്ക്കളയുകയാണോ? ദീപനാളത്തെ മറന്നു പോകുന്നു. ഓരോരുത്തരും തൻ്റെ ഹൃദയത്തോട് ചോദിക്കണം, നമ്മൾ എത്രത്തോളം പുഷ്പമായി? ജ്ഞാനത്തിൻ്റെ സുഗന്ധം വ്യാപിപ്പിക്കുന്നുണ്ടോ? തന്നെ പോലെ ആരെയെങ്കിലും പുഷ്പമാക്കി മാറ്റിയോ? കുട്ടികൾക്കറിയാം, ജ്ഞാനത്തിൻ്റെ സാഗരം ബാബയാണ്. ആ ഒന്നിന് എത്ര സുഗന്ധമുണ്ടായിരിക്കും. ആരാണോ നല്ല പുഷ്പം അഥവാ ശലഭങ്ങൾ, തീർച്ചയായും അവരിൽ നിന്നും നല്ല സുഗന്ധം വരും. അവർ സദാ സന്തോഷമായിരിക്കും. മറ്റുള്ളവരെയും തനിക്ക് സമാനം പുഷ്പം അഥവാ ശലഭമാക്കി മാറ്റും. പുഷ്പമല്ലെങ്കിൽ മൊട്ടായി മാറ്റും. ആരാണോ പൂർണ്ണമായും ശലഭങ്ങൾ, അവർ ജീവിച്ചിരിക്കെ മരിക്കുന്നു, ബലിയർപ്പിക്കുന്നു അഥവാ ഈശ്വരീയ സന്താനമാകുന്നു. ഏതെങ്കിലും ധനികൻ ഏതെങ്കിലും ദരിദ്രന്റെ കുട്ടികളെ ദത്തെടുക്കുകയാണ് എങ്കിൽ കുട്ടികൾക്ക് ആ ധനികന്റെ മടിത്തട്ടിൽ വരുമ്പോൾ പിന്നെ ആ മാതാപിതാക്കളുടെ ഓർമ്മയായിരിക്കും വരുന്നത്. ദരിദ്രന്റെ ഓർമ്മ മറന്നുപോകും. എൻ്റെ മാതാപിതാക്കൾ ദരിദ്രമാണ് എന്നറിയാം, പക്ഷേ ആരിൽ നിന്നാണോ ധനം ലഭിക്കുന്നത് ആ ധനികരായ മാതാപിതാക്കളെയായിരിക്കും ഓർമ്മിക്കുക. സാധു സന്യാസിമാരും മറ്റും മുക്തിധാമത്തിലേക്ക് പോകുവാൻ സാധനം ചെയ്യുന്നു. എല്ലാവരും മുക്തിക്ക് വേണ്ടിയാണ് പുരുഷാർത്ഥം ചെയ്യുന്നത്. പക്ഷേ മുക്തിയുടെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ചിലർ പറയുന്നു ജ്യോതി ജ്യോതിയിൽ ലയിച്ചു ചേരും. ചിലർ മനസ്സിലാക്കുന്നു അകലെ നിർവാണധാമത്തിലേക്ക് പോകുന്നു. നിർവാണധാമത്തിലേക്ക് പോകുന്നതിനെ ജ്യോതിയിൽ ലയിക്കുന്നതായോ കൂടിച്ചേരുന്നതായോ പറയുകയില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ ദൂരദേശത്ത് വസിക്കുന്നവരാണ്. ഈ മോശമായ ലോകത്തിലിരുന്നിട്ട് എന്ത് ചെയ്യുവാനാണ്? കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ആരെ കണ്ടുമുട്ടിയാലും ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കണം, ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമയാണ്. സത്യയുഗം, ത്രേത, പിന്നെ സംഗമയുഗം. സത്യയുഗത്തിന് ശേഷം ത്രേതയുടെ സംഗമമുണ്ടാകുന്നു എന്നതും മനസ്സിലാക്കിച്ചു തന്നു. ഈ യുഗം തിരിയുന്നു, ഈ കൽപ്പവും തിരിയുന്നു. ബാബ യുഗങ്ങൾ തോറും വരുന്നില്ല. മനുഷ്യർ മനസ്സിലാക്കുന്നത് പോലെ ബാബ പറയുന്നു, എപ്പോഴാണോ എല്ലാവരും തമോ പ്രധാനം ആകുന്നത്, കലിയുഗത്തിൻ്റെ അന്തിമം ആകുന്നത്, ആ കൽപ്പത്തിൻ്റെ സംഗമത്തിൽ വരുന്നു. യുഗം പൂർത്തിയാകുമ്പോൾ കലകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണോ പൂർണ്ണമായും ഗ്രഹണം ബാധിക്കുന്നത്, അപ്പോൾ ഞാൻ വരുന്നു. ഞാൻ യുഗങ്ങൾ തോറും വരുന്നില്ല. ഇത് ബാബ ഇരുന്ന് ശലഭങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ശലഭങ്ങളും നമ്പർ വൈസാണ്. ചിലർ എരിഞ്ഞ് മരിക്കുന്നു, ചിലർ പ്രദക്ഷിണം വെച്ചിട്ട് പോയി കളയുന്നു. നിങ്ങൾക്കു തന്നെയാണ് ശ്രീമത്തനുസരിച്ച് നടക്കുവാൻ സാധിക്കുന്നത്. അഥവാ എവിടെയെങ്കിലും ശ്രീമത്തനുസരിച്ച് നടന്നില്ല എങ്കിൽ മായ വീഴ്ത്തിക്കൊണ്ടിരിക്കും. ശ്രീമത്തിന് വളരെയധികം മഹിമയുണ്ട്.
ശ്രീമദ് ഭഗവത്ഗീത എന്ന് പറയുന്നു. ശാസ്ത്രങ്ങൾ പിന്നീടിരുന്ന് ആരാണോ ഉണ്ടാക്കിയത്, ആ സമയം ബുദ്ധി രജോ ആയത് കാരണം കൃഷ്ണൻ ദ്വാപരയിൽ വന്നു എന്ന് മനസ്സിലാക്കി. ഞാൻ വരുന്നത് തന്നെ ആദി സനാതന ദേവീദേവതാ ധർമ്മം പ്രായേണ ലോപിക്കുമ്പോഴാണ്. ബാക്കി എല്ലാ ധർമ്മങ്ങളും ഉണ്ടായിരിക്കുന്നു. ആ ദേവതാധർമ്മത്തിലുള്ള മനുഷ്യർ അപ്രത്യക്ഷമാകുന്നു എന്നല്ല. എന്നാൽ നമ്മൾ ദേവീദേവതാ ധർമ്മത്തിലേതായിരുന്നു എന്നത് മറന്നു പോകുന്നു. സ്വയം ഹിന്ദു ധർമ്മം എന്ന് പറയുന്നു. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. എപ്പോഴാണോ മറക്കുന്നത്, അപ്പോൾ പിന്നെ ഞാൻ വന്ന് ദേവീദേവതാ ധർമ്മം സ്ഥാപിക്കും. ഈ ഒരേ ഒരു ബാബ തന്നെയാണ് വന്ന് ദുഃഖധാമത്തിൽ നിന്നും സുഖധാമത്തിൻ്റെ അധികാരി ആക്കുന്നത്. നിങ്ങൾ പറയും, ഇപ്പോൾ നമ്മൾ നരകത്തിൻ്റെ അധികാരിയാണ്. ലോകം തമോ പ്രധാനം ആവുക തന്നെ വേണം. എല്ലാവരും പതീതമാണ്. അപ്പോഴാണ് പാവനമായവരുടെ മുന്നിൽ പോയി നമസ്കരിക്കുന്നത്. ഇപ്പോൾ ബാബു പറയുന്നു, ശ്രീമത് അനുസരിച്ച് നടക്കൂ. ജന്മജന്മാന്തരങ്ങളിലെ ഭാരം ശിരസിൽ വളരെയധികമുണ്ട്. ഇല്ലെങ്കിൽ നിലവിളിക്കേണ്ടി വരും. ആത്മാവ് നിർലേപമാണ് എന്ന് അവർ മനസ്സിലാക്കുന്നു. എന്നാൽ അല്ല, ആത്മാവ് തന്നെയാണ് സുഖവും ദുഃഖവും അനുഭവിക്കുന്നത്. ഇത് ആരും മനസ്സിലാക്കുന്നില്ല. ബാബ വീണ്ടും വീണ്ടും മനസ്സിലാക്കിച്ചു തരുന്നു. ലക്ഷ്യം വളരെ ഉയർന്നതാണ്. ദുഃഖിതരാകുമ്പോൾ ഈ സമയത്ത് നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുന്നു. സത്യയുഗത്തിൽ നമ്മൾ വളരെയധികം സുഖമുള്ളവരായിരിക്കും എന്ന് അറിയുന്നുണ്ട്. നമുക്ക് വീണ്ടും ദുഃഖധാമത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്ന അറിവ് അവിടെ ഉണ്ടായിരിക്കില്ല. നമ്മൾ സുഖത്തിൽ എങ്ങനെ വന്നു, എത്ര ജന്മമെടുക്കും, ഒന്നും അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം. അപ്പോൾ ഉയർന്നത് ആരായി? നിങ്ങൾ ഈശ്വരൻ്റെ സന്താനമായത് കാരണം ഈശ്വരൻ എങ്ങനെയാണോ നോളജ്ഫുൾ ആയിരിക്കുന്നത്, അതേപോലെ നിങ്ങളും നോളജ്ഫുള്ളായി. ഇപ്പോൾ നിങ്ങൾ ഈശ്വരീയ സന്താനമാണ്. എന്നാൽ നമ്പർ വാറാണ്. ചിലരാണെങ്കിൽ വളരെയധികം ലഹരിയുള്ളവരാണ്. നമ്മൾ ബാബയുടെ മതമനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എത്രത്തോളം മതമനുസരിച്ച് നടക്കുമോ അത്രയും ശ്രേഷ്ഠമാകും. ബാബ മുന്നിലിരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികളെ, ദേഹാഭിമാനം ഉപേക്ഷിക്കൂ, ദേഹി അഭിമാനിയാകൂ, നിരന്തരം ഓർമ്മിക്കൂ. ബാബയാണെങ്കിൽ സദാ സുഖദാതാവ് തന്നെയാണ്. ദുഃഖവും ബാബ തന്നെയാണ് നൽകുന്നത്. അങ്ങനെയല്ല, ബാബ ഒരിക്കലും കുട്ടികൾക്ക് ദുഃഖം നൽകില്ല. കുട്ടികൾ തൻ്റെ തലകീഴായ പെരുമാറ്റത്തിലൂടെ ദുഃഖം നേടുന്നു. ബാബയ്ക്ക് ദുഃഖം നൽകാൻ സാധിക്കില്ല. ഹേ ഭഗവാനെ, കുട്ടിയെ തരുമെങ്കിൽ കുലം അഭിവൃദ്ധി പ്രാപിച്ചേനെ എന്ന് പറയുന്നു. കുട്ടികളെ വളരെയധികം സ്നേഹിക്കുന്നു. ബാക്കി ദുഃഖം തൻ്റെ കർമ്മങ്ങളുടേത് തന്നെയാണ് നേടുന്നത്. ഇപ്പോൾ ബാബ കുട്ടികളായ നിങ്ങളെ വളരെ സുഖമുള്ളവരാക്കുന്നു. പറയുന്നു, ശ്രീമത് അനുസരിച്ച് നടക്കൂ. ആസുരീയ മതമനുസരിച്ച് നടക്കുന്നതിലൂടെ നിങ്ങൾ ദുഃഖം നേടുന്നു. കുട്ടികൾ പിതാവിൻ്റെ അഥവാ ടീച്ചറിൻ്റെ അഥവാ മുതിർന്നവരുടെ ആജ്ഞ അംഗീകരിക്കാത്തത് കാരണം ദുഃഖിതരാകുന്നു. സ്വയം ദുഃഖം കൊടുക്കുന്നവരാകുന്നു. മായയുടേതായി മാറുന്നു. ഈശ്വരൻ്റെ മതം ഇപ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈശ്വരീയ മതത്തിൻ്റെ റിസൾട്ട് 21 ജന്മം തുടരുന്നു. പിന്നെ പകുതി കൽപ്പം മായയുടെ മതമനുസരിച്ച് നടക്കുന്നു. ഈശ്വരൻ ഒരേ ഒരു തവണ വന്ന് മതം നൽകുന്നു. മായയാണെങ്കിൽ പകുതി കൽപ്പമായി മതം തന്നുകൊണ്ടേയിരിക്കുന്നു. ബാബ ഒരേ ഒരു തവണ മതം നൽകുന്നു. മായയുടെ മതത്തിലൂടെ നടന്ന് 100% ദൗർഭാഗ്യശാലിയായി മാറുന്നു. ആരാണോ നല്ല നല്ല പുഷ്പങ്ങൾ, അവർ ആ സന്തോഷത്തിൽ സദാ ലഹരി പിടിച്ചിരിക്കും. നമ്പർ വാറാണല്ലോ. ചില ശലഭങ്ങൾ ബാബയുടേതായി ശ്രീമത് അനുസരിച്ച് നടക്കാൻ തുടങ്ങുന്നു. ദരിദ്രർ തന്നെയാണ് തൻ്റെ കണക്കെഴുതുന്നത്. ധനികർക്ക് ഭയമുണ്ട്, ഇവിടെ നമ്മുടെ പൈസ പോയാലോ എന്ന്.
സമ്പന്നർക്ക് വളരെ പ്രയാസമാണ്. ബാബ പറയുന്നു, ഞാൻ ദരിദ്രരുടെ നാഥനാണ്. ദാനവും എപ്പോഴും ദരിദ്രർക്ക് തന്നെയാണ് നൽകുന്നത്. കുചേലൻ്റെ കാര്യമുണ്ടല്ലോ. ഒരു പിടി അരി സ്വീകരിച്ച് കുചേലന് കൊട്ടാരം നൽകി. നിങ്ങൾ ദരിദ്രമാണ്. ഒരാളുടെ അടുക്കൽ 25-50 രൂപയുണ്ട് എന്ന് വിചാരിക്കൂ. അതിൽ നിന്നും 20-25 പൈസ നൽകുന്നു. ധനികർ 50,000 നൽകിയാലും ഈക്വലാകുന്നു. അതിനാൽ ദരിദ്രരുടെ നാഥൻ എന്ന നാമം പാടപ്പെട്ടിട്ടുണ്ട്. ധനികരായവർ നമുക്ക് സമയം ലഭിക്കുന്നില്ല എന്ന് പറയുന്നു. കാരണം പൂർണ്ണമായും നിശ്ചയമില്ല. നിങ്ങൾ ദരിദ്രരാണ്. ദരിദ്രർക്ക് ധനം ലഭിക്കുമ്പോൾ സന്തോഷമുണ്ടാകുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ഇവിടെയുള്ള ദരിദ്രർ അവിടെ ധനികരായി മാറുന്നു. ഇവിടെയുള്ള ധനികർ അവിടെ ദരിദ്രരാകുന്നു. ചിലർ പറയുന്നു, നമ്മൾ യജ്ഞത്തിൻ്റെ ചിന്ത വയ്ക്കണമോ അതോ കുടുംബത്തിൻ്റെ ചിന്ത വയ്ക്കണമോ? ബാബ പറയുന്നു, നിങ്ങൾ തൻ്റെ കുടുംബത്തെ വളരെ നന്നായി സംരക്ഷിക്കൂ. നിങ്ങൾ ഈ സമയം ദരിദ്രമായിരിക്കുന്നത് നന്നായി. സമ്പന്നമായിരുന്നുവെങ്കിൽ ബാബയിൽ നിന്നും പൂർണ്ണമായും സമ്പത്ത് എടുക്കുവാൻ സാധിക്കില്ല. സന്യാസിമാർ ഇങ്ങനെ പറയില്ല. അവരാണെങ്കിൽ പൈസ വാങ്ങി തൻ്റെ ഭൂസ്വത്ത് ഉണ്ടാക്കുന്നു. ശിവബാബ ഉണ്ടാക്കുകയൊന്നുമില്ല. ഈ കെട്ടിടങ്ങളും മറ്റുമെല്ലാം കുട്ടികളായ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ആരുടെയും ഭൂസ്വത്തല്ല. ഇത് ടെമ്പററിയാണ്. കാരണം അന്തിമ സമയത്ത് കുട്ടികൾക്ക് ഇവിടെ വന്ന് കഴിയേണ്ടതുണ്ട്. നമ്മുടെ സ്മാരകവും ഇവിടെയാണ്. അപ്പോൾ അവസാനം ഇവിടെ വന്ന് വിശ്രമിക്കും. ആര് യോഗയുക്തമായിരിക്കുമോ അവർ ബാബയുടെ അടുക്കൽ ഓടിവരും. അവർക്ക് സഹായവും ലഭിക്കും. ബാബയുടെ വളരെയധികം സഹായം ലഭിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കവേ വിനാശം കാണേണ്ടതുണ്ട്. എങ്ങനെയാണോ ആരംഭത്തിൽ ബാബ കുട്ടികളായി നിങ്ങളെ രസിപ്പിച്ചത്, വീണ്ടും അവസാനം രസിപ്പിക്കുവാൻ തുടങ്ങും. വളരെയധികം സ്നേഹിക്കും. വൈകുണ്ഠത്തിൽ ഇരിക്കുന്നത് പോലെ വളരെയധികം സമീപം ആയിക്കൊണ്ടിരിക്കും. നമ്മൾ യാത്രയിലാണ് എന്നത് മനസ്സിലാക്കുന്നുണ്ട്. അല്പസമയത്തിനു ശേഷം വിനാശമുണ്ടാകും. നിങ്ങൾ വളരെയധികം സന്തോഷിക്കും. നമ്മൾ പോയി പ്രിൻസ് ആകും. പലതരത്തിലുള്ള പുഷ്പങ്ങളുണ്ട്. ഓരോ കുട്ടിയും മനസ്സിലാക്കേണ്ടതാണ്, ഞാൻ എത്രത്തോളം ജ്ഞാനത്തിൻ്റെ സുഗന്ധം നൽകിക്കൊണ്ടിരിക്കുന്നു. ആർക്കെങ്കിലും ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും ശിക്ഷണം നൽകുന്നുണ്ടോ? ആര് ചെയ്യുന്നോ അവർ ഉള്ളിൽ പ്രഫുല്ലിതമായിരിക്കുന്നു. ബാബ അറിയുന്നു ഇവർ ഏത് അവസ്ഥയിലിരിക്കുന്നു എന്ന്. ഇവരുടെ അവസ്ഥ എത്രത്തോളം ഗാലപ്പ് ചെയ്യും. ആരാണോ ശലഭമായി മാറിയത് അവരുടേതാണ് ഗാലപ്പ് ചെയ്യുന്നത്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മായയുടെ കൊടുങ്കാറ്റ് വളരെയധികം വരും. അതിൽ നിന്നും സ്വയം തന്നെ രക്ഷിക്കണം. ഇപ്പോൾ ഈ രാജയോഗം പരംപിത പരമാത്മാവ് വന്ന് പഠിപ്പിക്കുന്നു. പരമാത്മാവ് വന്ന് ആത്മാക്കൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ആത്മാവിന് ജ്ഞാനമുണ്ട്. ഞാൻ ആത്മാവ് എൻ്റെ ഈ സഹോദര ആത്മാവിനെ മനസ്സിലാക്കിക്കുന്നു. പരമാത്മാവാകുന്ന ബാബ ആത്മീയ കുട്ടികളായ നമ്മളെ മനസ്സിലാക്കിക്കുന്നത് പോലെ ഞാനും ആത്മാവാണ്. ബാബ നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ പിന്നെ ഈ ആത്മാക്കൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. പക്ഷേ ഈ ആത്മാ അവസ്ഥയുടെ നിശ്ചയം ഇല്ലാത്തത് കാരണം സ്വയം മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കി മനുഷ്യന് തന്നെയാണ് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത്. പരമാത്മാവായ ഞാൻ ആത്മാക്കളായ നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾ ആത്മാവിനെ കേൾപ്പിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ദേഹി അഭിമാനിയായിരുന്ന് ആരെയെങ്കിലും കേൾപ്പിക്കുകയാണ് എങ്കിൽ ആ അമ്പ് ഉടൻ തരയും. അഥവാ സ്വയം ദേഹി അഭിമാനിയായിരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ധാരണ ചെയ്യിക്കുവാൻ സാധിക്കില്ല. ഇത് വളരെ ഉയർന്ന ലക്ഷ്യമാണ്. ബുദ്ധിയിൽ ഇതുണ്ടായിരിക്കണം. നമ്മൾ ഈ ഓർഗൻസിലൂടെ കേൾക്കുന്നു. ബാബ പറയുന്നു, ഞാൻ ആത്മാക്കളോട്, അതായത് കുട്ടികളോട് സംസാരിക്കുന്നു. ബാബയുടെ ആജ്ഞയാണ്
അശരീരിയാകൂ, ദേഹാഭിമാനം ഉപേക്ഷിക്കൂ, എന്നെ ഓർമ്മിക്കൂ. ഇത് ബുദ്ധിയിൽ വരേണ്ടതാണ്. ഞാൻ ആത്മാവിനോടാണ് സംസാരിക്കുന്നത്, ശരീരത്തോടല്ല. ഫീമെയിൽ ആയിരുന്നാലും അവരുടെയും ആത്മാവിനോടാണ് സംസാരിക്കുന്നത്. കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ ബാബയുടേതായി കഴിഞ്ഞു. എന്നാൽ അല്ല, ഇതിൽ വളരെ സൂക്ഷ്മ ബുദ്ധി പ്രവർത്തിക്കുന്നു. ഞാൻ ആത്മാവാണ്. ഞാൻ ഇയാളുടെ ആത്മാവിന് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. ഇത് എൻ്റെ സഹോദരനാണ്. ഇദ്ദേഹത്തിന് വഴി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ആത്മാവാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മനസ്സിലാക്കൂ. അപ്പോൾ ആത്മാവിന് അമ്പ് തറയും. ദേഹത്തെ കണ്ടുകൊണ്ട് കേൾപ്പിക്കുകയാണ് എങ്കിൽ ആത്മാവ് കേൾക്കുന്നില്ല. ആദ്യം ഈ വാർണിംഗ് നൽകൂ, ഞാൻ ആത്മാവിനോടാണ് സംസാരിക്കുന്നത്. ആത്മാവിനെ മെയിൽ എന്നോ ഫീമെയിൽ എന്നോ പറയില്ല. ആത്മാവ് വേറിട്ടതാണ്. മെയിൽ ഫീമെയിൽ എന്ന നാമം ശരീരത്തിനാണ് വരുന്നത്. ബ്രഹ്മ സരസ്വതിയെ മെയിൽ ഫീമെയിൽ എന്ന് പറയും. ശിവബാബയെ മെയിൽ എന്നോ ഫീമെയിൽ എന്നോ പറയില്ല. അപ്പോൾ ബാബ ആത്മാക്കൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. വലിയ ലക്ഷ്യമാണ്. പോയിന്റ് വളരെ കടുപ്പമുള്ളതാണ്. ആത്മാവിന് ഇഞ്ചക്ഷൻ വയ്ക്കണം. അപ്പോൾ ദേഹാഭിമാനം മാറുന്നു. ഇല്ലെങ്കിൽ സുഗന്ധം വരില്ല, ശക്തി ഉണ്ടായിരിക്കില്ല. കാര്യം വളരെ ചെറുതാണ്. ഞാൻ ആത്മാവിനോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ബാബ പറയുന്നു, നിങ്ങൾക്ക് തിരികെ പോകേണ്ടതുണ്ട്. അതിനാൽ ദേഹി അഭിമാനിയാകൂ. മന്മനാഭവ. പിന്നെ ഓട്ടോമാറ്റിക്കലി മധ്യാജീഭവ വരുന്നു. ഇപ്പോൾ വലിയ സൂക്ഷ്മ ബുദ്ധി ലഭിക്കുന്നു. രാവിലെ ഇരുന്ന് വിചാരസാഗര മഥനം ചെയ്യണം. പകൽ സർവീസ് ചെയ്യണം. കാരണം കർമ്മയോഗിയാണ്. നിദ്രയെ ജയിക്കുന്നവരാകൂ എന്ന് എഴുതപ്പെട്ടിട്ടുമുണ്ട്. രാത്രിയും ഉണർന്നിരുന്ന് സമ്പാദിക്കൂ. പകലാണെങ്കിൽ മായയുടെ വളരെയധികം വിസ്താരമുണ്ട്. അമൃതവേളയിലെ വായുമണ്ഡലം നല്ലതാണ്. ഇന്ന സമയത്ത് എഴുന്നേറ്റ് വിചാരസാഗര മഥനം ചെയ്യുന്നു എന്ന് ബാബയ്ക്ക് എഴുതുന്നില്ല. വളരെ വലിയ പ്രയത്നമാണ്. നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ഇവിടെയാണെങ്കിൽ പരിധിയുള്ള അധികാരിയാണ്. ജലത്തിൻ്റെ അവകാശത്തിന്മേലും പരിധിക്കുമേലും എത്ര വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു, ശത്രുത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പരസ്പരം ബ്രദേഴ്സാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. നമ്മളെല്ലാം ഒന്നാണ് എന്ന് വെറുതെ പറയുക മാത്രം ചെയ്യുന്നു. ഒന്നാവുക സാധ്യമല്ല. അനേകം ആത്മാക്കളുണ്ട്. എല്ലാവർക്കും അവരവരുടേതായ പാർട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു. കഴിഞ്ഞ കൽപ്പത്തിലും ഇരുന്നിട്ടുണ്ടാകും. ഇല അനങ്ങിയതും ഡ്രാമ അനുസരിച്ച്. ഓരോ ഇലയെയും പരമാത്മാവ് ഇളക്കുന്നു. അങ്ങനെയല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ഓരോരുത്തർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മൾ ശലഭമായിട്ടുണ്ടോ, നമ്മൾ ബാബയുടെ മതമനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണോ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നില്ലല്ലോ, എവിടെയെങ്കിലും തൻ്റെ പൈസ പാപത്തിൻ്റെ കാര്യത്തിൽ വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നില്ലല്ലോ. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ആത്മാവിനോട് സംസാരിക്കണം. ദേഹി അഭിമാനിയായി കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ നല്ല ധാരണയുണ്ടാകും. നിദ്രയെ ജയിക്കുന്നവരാകണം. രാത്രി ഉണർന്നിരുന്ന് സമ്പാദിക്കണം. വിചാരസാഗര മഥനം ചെയ്യണം. ഏതെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തൻ്റെ സമയം പാഴാക്കരുത്. വരദാനം: മായയുടെ നോളജിനോട് ഇന്നസെൻറ്റും ജ്ഞാനത്തിൽ സെയിൻറ്റും ആകുന്ന സമ്പൂർണ്ണ പവിത്രമായി ഭവിക്കട്ടെ. വികാരങ്ങളുടെ കാര്യങ്ങളുടെ നോളജിനോട് ഏതുപോലെ സത്യുഗി ആത്മാക്കൾ ഇന്നസെൻ്റ് ആയിരിക്കും, അതേ സംസ്കാരം സ്പഷ്ടമായി സ്മൃതിയിൽ ഉണ്ടായിരിക്കുമെങ്കിൽ മായയുടെ നോളജിനോട് ഇന്നസെൻ്റായി മാറും.
എന്നാൽ ഭാവിയിലെ സംസ്കാരം സ്മൃതിയിൽ സ്പഷ്ടമായിരിക്കുന്നത് ആത്മീയ സ്വരൂപത്തിൻ്റെ സ്മൃതി സദാകാലത്തേക്കും സ്പഷ്ടവും ആകുമ്പോഴാണ്. എങ്ങനെയാണോ ദേഹം സ്പഷ്ടമായി കാണപ്പെടുന്നത്, അതേപോലെ തൻ്റെ ആത്മാവിൻ്റെ സ്വരൂപം സ്പഷ്ടമായി കാണപ്പെടണം, അതായത് അനുഭവത്തിൽ വരണം. അപ്പോൾ മായയോട് ഇന്നസെൻറ്റും ജ്ഞാനത്തിൽ സെയിൻറ്റും, അതായത് സമ്പൂർണ്ണ പവിത്രം എന്ന് പറയും. സ്ലോഗൻ: ഉള്ളിലെ അശുദ്ധി തന്നെയാണ് സമ്പൂർണ്ണ ശുദ്ധമാകുന്നതിൽ വിഘ്നമിടുന്നത്. ഓം ശാന്തി. ഓം ശാന്തി. പ്രഭാതമുരളി 22/10/2019. ബാബ പറയുന്നു: മധുരമായ കുട്ടികളെ, രാവണൻ്റെ നിയമമാണ് ആസുരീയ മതവും കളവ് പറയുന്നതും. ബാബയുടെ നിയമമാണ് ശ്രീമതവും സത്യം പറയുക എന്നതും. ചോദ്യം: ഏതു കാര്യങ്ങൾ ചിന്തിച്ച് കുട്ടികൾ ആശ്ചര്യപ്പെടേണ്ടതാണ്? ഉത്തരം: ഇത് എത്ര പരിധിയില്ലാത്ത വണ്ടർഫുൾ നാടകമാണ്. ഓരോ നിമിഷവും ഏതെല്ലാം ഫീച്ചേഴ്സാണോ, ഏതെല്ലാം അഭിനയമാണോ കടന്നുപോയത്, അത് വീണ്ടും അതേപോലെ ആവർത്തിക്കപ്പെടും. എത്ര അതിശയമാണ്! ഒരാളുടെ രൂപം പോലെ ആയിരിക്കില്ല മറ്റൊരാളുടേത്. പരിധിയില്ലാത്ത ബാബ എങ്ങനെ വന്ന് മുഴുവൻ വിഷ്ണുത്തിൻ്റെയും സദ്ഗതി ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നതും അത്ഭുതം തന്നെ. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: തൻ്റെ ചാർട്ട് നോക്കണം. നമ്മൾ ശ്രീമത്തിന് വിരുദ്ധമായി നടക്കുന്നില്ലല്ലോ, കളവ് പറയുന്നില്ലല്ലോ, ആരെയും ശല്യം ചെയ്യുന്നില്ലല്ലോ, ദേവതാ ഗുണങ്ങൾ ധാരണ ചെയ്തുവോ? പഠനത്തോടൊപ്പം ദൈവിക പെരുമാറ്റവും ധാരണ ചെയ്യണം. തീർച്ചയായും പവിത്രമാകണം. മോശമായ ഒരു വസ്തുവും കഴിക്കരുത്. പൂർണ്ണ വൈഷ്ണവനാകണം. മത്സരിക്കണം. വരദാനം: സേവനത്തിലൂടെ സന്തോഷവും ശക്തിയും സർവരുടെയും ആശീർവാദവും പ്രാപ്തമാക്കുന്ന പുണ്യ ആത്മാവായി ഭവിക്കട്ടെ. സേവനത്തിൻ്റെ പ്രത്യക്ഷ ഫലമായി സന്തോഷവും ശക്തിയും ലഭിക്കുന്നു. സേവനം ചെയ്ത് ആത്മാക്കളെ ബാബയുടെ സമ്പത്തിന് അധികാരിയായി മാറ്റുക എന്നത് പുണ്യപ്രവൃത്തിയാണ്. ആര് പുണ്യം ചെയ്യുന്നുവോ അവർക്ക് ആശീർവാദം തീർച്ചയായും ലഭിക്കുന്നു. എല്ലാ ആത്മാക്കളുടെയും ഹൃദയത്തിൽ ഏതൊരു സന്തോഷത്തിൻ്റെ സങ്കല്പമാണോ ഉണ്ടാകുന്നത്, ആ ശുഭസങ്കല്പം ആശീർവാദമായി മാറുന്നു. ഭാവിയിലേക്കും ശേഖരണമുണ്ടാകുന്നു. അതിനാൽ സദാ സ്വയം സേവാധാരിയായി മനസ്സിലാക്കി സേവനത്തിൻ്റെ അവിനാശി ഫലമായ സന്തോഷവും ശക്തിയും സദാ നേടിക്കൊണ്ടേയിരിക്കൂ. ലോകൻ: മനസ്സാ വാച ശക്തി കൊണ്ട് വിഘ്നങ്ങളുടെ മുഖപടം മാറ്റൂ. അപ്പോൾ ഉള്ളിൽ മംഗളത്തിൻ്റെ ദൃശ്യം കാണപ്പെടും. യോഗത്തിൻ്റെ അഭ്യാസം:
മനസ്സിൻ്റെ ഏകാഗ്രതയുടെ ശക്തിയിലൂടെ ഞാൻ ഈ ശബ്ദത്തിൻ്റെ ലോകത്തിൽ നിന്നും ഉപരി ആവുകയാണ്. അതിസൂക്ഷ്മ ജ്യോതിർബിന്ദു സ്വരൂപമായ ഞാൻ ആത്മാവ് ഒരു സെക്കൻഡിൽ ശബ്ദത്തിനുപരിയായ എൻ്റെ സ്വീറ്റ് സൈലൻസ് ഹോമിൽ എത്തിച്ചേരുകയാണ്. മധുരമായ നിശബ്ദത നിറഞ്ഞ ദിവ്യമായ ശാന്തത നിറഞ്ഞ ഈ ലോകത്തിൽ ഞാൻ എൻ്റെ അനാദി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാവിൻ്റെ സമീപത്ത് പരമാത്മാ ഛത്രഛായയിൽ ആ ദിവ്യ പ്രേമത്തിൻ്റെ പരിപാലനയിൽ അതീന്ദ്രിയ സുഖമയ സ്ഥിതിയിൽ ലയിച്ചിരിക്കുകയാണ്. ഈ ദിവ്യ സ്നേഹത്തിൻ്റെ ഛത്രഛായയിൽ ഞാൻ സർവ വരദാനങ്ങൾ കൊണ്ടും സമ്പന്നമായി സന്തുഷ്ടമണി ആയിരിക്കുന്നു. എന്നിൽ നിന്നും സന്തോഷത്തിൻ്റെ അലകൾ നാനാഭാഗത്തും വ്യാപിക്കുകയാണ്. ശബ്ദത്തിൻ്റെ ലോകത്തിൽ പല പല ചിന്തകളാൽ പല പല വിഘ്നങ്ങളാൽ പരവശരായ ആത്മാക്കളെ ഈ സന്തുഷ്ടതയുടെ അലകൾ എത്തിച്ചേരട്ടെ. പരിപാവനമായ ഈശ്വര സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈ കിരണങ്ങൾ അവരുടെ ആത്മാവിനെ സ്പർശിച്ച് അവരെയും സന്തുഷ്ടമണിയാക്കി മാറ്റട്ടെ. അവരിലെ ചിന്തകൾ അകന്നു പോകട്ടെ. പരമാത്മാ സ്നേഹസ്പർശം അവരിലും ഈശ്വരീയ സ്നേഹത്തിൻ്റെ ദിവ്യ അനുഭവം വരുത്തട്ടെ.